ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ മലയാളം ടൈപ്പിങ്ങിൻ്റെ ആണ് കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അതുമല്ല, ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആണ് കേട്ടോ. എനിക്ക് കാരണം ഈ വീഡിയോ നമ്മൾ ഇച്ചിരി സ്പീഡിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അപ്പം ഇച്ചിരി സ്ലോയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലെങ്ത് ഉണ്ട് ഈ വീഡിയോയ്ക്ക്. ഞാൻ ആദ്യമേ ഞാൻ പറയുമോ, പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. INFIN അപ്പോഴത്തേക്ക് തന്നെ വരും, കണ്ടോ, ഇൻഫിനിറ്റ് പെയിൻറ്റർ. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഓൾറെഡി അതുകൊണ്ട് അൺഇൻസ്റ്റാൾ വന്ന് കിടക്കുന്നത്. എനിക്ക് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻഫിനിറ്റ് പെയിൻറ്റർ എടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിയുമ്പോൾ എന്നിട്ട് അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഈ റേഷ്യോ ഉണ്ട്, കണ്ടോ, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പാണ്. ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇതിനകത്ത് ഫോണ്ട് എഴുതുന്നത്. എന്നിട്ട് ഈ പേജ് ഉണ്ടല്ലോ, ആ ലാൻഡ്സ്കേപ്പിൽ വന്ന പേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതങ്ങ് ഡ്രാഗ് ചെയ്യുമ്പോൾ അതങ്ങ് വലുതാവും. അപ്പം വലുതാക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴിങ്ങനെ ചരിച്ച് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വേർഡാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ എഴുതി പോവാം. മറ്റേ ഒരു റേഷ്യോ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് ബാക്ക് പോകണമെങ്കിൽ ഈ ആരോ ഉണ്ടോ, ഈ ആരോയിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ബാക്ക് പോകും. അപ്പം ബാക്ക് പോകണമെങ്കിൽ ഈ കിടക്കുന്ന ഇവിടെ ഒരു ആരോ വരും. ഈ ആരോയിലാണ് ബാക്ക് പോകുന്നത്. ഇനി നമുക്ക് വേണ്ടുന്ന ഫോണ്ട് സെലക്ട് ചെയ്യണം, അതിൻ്റെ കളർ സെലക്ട് ചെയ്യണം, ആ ഫോണ്ടിൻ്റെ ഒരു റേഷ്യോ സെലക്ട് ചെയ്യണം. അതിന് ഈ ബ്രഷ് സംഭവത്തിനകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫേവറേറ്റ്, ക്രിയേറ്റഡ്, പെൻസിൽസ്, പെന്ന്, കാലിഗ്രാഫി, മാർക്കേഴ്സ്, പെയിൻറ്റ്, വാട്ടർ കളറ്, സ്പ്രേയേഴ്സ്, ചോക്കിൻ്റെ രീതിയിലൊക്കെ നമുക്ക് എഴുതാമല്ലോ. അതേ കണക്ക് ഇപ്പം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാലിഗ്രാഫി എന്നും പറഞ്ഞൊരു അതെടുത്തിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഫ്ലോറൽ പിസ്റ്റലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോഴും ഇതിനകത്ത് ബാക്ക് പോയിട്ട് അപ്പം ഞാൻ ഇത് ഒന്നും കൂടി പറഞ്ഞുതരാം. ബ്ലാങ്ക് ക്യാൻവാസ് എടുക്കുക, ലാൻഡ്സ്കേപ്പ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക, പേജ് ഒന്ന് റൗണ്ടിന് പേജ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളെ ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ കാലിഗ്രാഫി ഫ്ലോറൽ പിസ്റ്റൽ എടുത്തു. ഫ്ലോറൽ പിസ്റ്റലിനകത്ത് ഇതാണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന ഒരു ആരോസ് ഉണ്ടല്ലോ, പ്ലസിൻ്റെ ഇപ്പുറത്ത്, അതിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളിത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതില്ല, ഞാനിപ്പോൾ സൈസ് കണ്ടോ കൂട്ടിക്കൊടുക്കുമ്പം അത് വലുതാവും. പിന്നെ കപ്പാസിറ്റി കണ്ടോ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് സ്മൂത്ത്നെസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിത് സൈസ് എന്ന് പറയുന്നത് ഇത്രയും ഞാനങ്ങ് കൊടുക്കുന്നില്ല, ഒരു ഏകദേശം ഇത്രയും കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇനി നമ്മൾ എന്തുവാണെന്നറിയാമോ, ഇനി നമ്മൾ കളർ സെലക്ട് ചെയ്യണമെങ്കിൽ നടുക്കത്തെ ഈ സർക്കിളിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് കളർ. ഇതിനകത്തുനിന്ന് ഞാനൊരു യെല്ലോ കളർ എടുക്കുക, അല്ലെങ്കിൽ ഒരു റെഡ് എടുത്ത് എന്നിട്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഓൾറെഡി അതങ്ങ് പൊയ്ക്കോളും. എന്നിട്ട് നമ്മൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോഴും ഞാൻ എഴുതാൻ പോകുന്നത് രാവിലെ എന്നും പറഞ്ഞ് ഞാൻ എഴുതാൻ പോവാണേ. നമ്മൾ പെയിൻറ്റിൻ്റെ ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, നല്ല രീതിയിലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് എഴുതാം കേട്ടോ.
പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ എഴുതുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എത്രത്തോളം ആണെന്നുള്ളത്. കണ്ടോ, രാവിലെ നമ്മൾ നമ്മൾ എഴുതുന്ന രീതിയിലാണെങ്കിൽ, നല്ല രീതിയിലൊക്കെ എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ, ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. രാവിലെ എന്നിട്ടിട്ട് ചുമ്മാ നമുക്ക് എന്തെങ്കിലും ലവ് ചിഹ്നമൊക്കെ വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ. എനിക്ക് ചിരി വരുന്നത് എൻ്റെ ലവ് ചിഹ്നം കണ്ട് നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എന്തൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം, നമുക്ക് വേണമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് എഴുതാം. ഇപ്പം എനിക്കിത് ബാക്ക് പോകണമെന്ന്, ഈ ലവ് ചിഹ്നം ഞാൻ ലാസ്റ്റ് ചെയ്തത് കൊള്ളത്തില്ലെങ്കിൽ എന്ത് വേണം, താണ്ട ബാക്ക് കണ്ട പോയി കണ്ട. ഇനി ഇതിനകത്ത് ഞാൻ എഴുതുന്നത് രാവിലത്തെ പരിപാടി, അങ്ങനെ എഴുതാം നമുക്ക്. രാവിലെ രാവിലത്തെ പരിപാടികൾ. എന്നിട്ട് ഞാനൊരു വേണമെങ്കിൽ നമ്മളിപ്പം ഈ പരിപാടികൾ അങ്ങ് മാറ്റും. ഇപ്പം രാവിലെ എന്നുള്ളത് ഞാൻ ഇന്നൊരു ഫോണ്ട് എഴുതി. എനിക്കിനി അടുത്ത ഒരു ഇതിൻ്റെ ബാലൻസ് ആയിട്ട് എഴുതണമെങ്കിൽ അപ്പം വേണമെങ്കിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിനി ഒരു ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് രാവിലെ ആയപ്പോൾ അങ്ങനെ കൊടുക്കാം. രാവിലെ ആയപ്പോൾ കണ്ടോ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് പിന്നെയും കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് കളറാണ്, ഒരു കളറും കൂടെ സെലക്ട് ചെയ്തെടുക്കും, ഒരു യെല്ലോ. രാവിലെ ആയപ്പോൾ നടന്നത്, ഓക്കെ, നടന്നത് കണ്ടോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വല്ല ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നമോ വരച്ചു കൊടുക്കാം കണ്ടോ. എന്നിട്ട് ഇതെന്തോ വേണമെന്ന് പറയും, നമ്മൾ നേരത്തെ ഇതിങ്ങനെ നീട്ടിയതല്ലേ, ഇതിന് നമ്മളിങ്ങനെ റൗണ്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മറ്റേ സാധാ എങ്ങനെയാണ് കിടന്നതെന്ന് പറയുന്ന ആ ലാൻഡ്സ്കേപ്പ് മോഡലിൽ ആക്കുക. ഓക്കെ, എന്നിട്ട് ദാണ്ടേ ഇനി നമ്മളിത് സേവ് ചെയ്യാൻ പോകണം. സേവ് ചെയ്യുമ്പോൾ ഈ 3 ഡോട്ടിനകത്ത് എക്സ്പേർട്ട് എന്ന് പറഞ്ഞുള്ളതിനകത്ത് ചിലപ്പോഴത് JPG ആയിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മൾ PNG എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഓൺ ആയിരിക്കും, നമ്മളത് ഓഫ് ചെയ്യുക. ഈ ഓഫ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വൈറ്റിനകത്തില്ലേ, അപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഇത് കൊണ്ടുപോയി, ഈ ഫോണ്ട് കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ആ വൈറ്റ് അവിടെ ഉണ്ടെങ്കിൽ അതൊരു ബോറായിരിക്കും. അപ്പം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓഫ് ചെയ്തിടുവാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവെക്കുമ്പോൾ ആ ഒരു ഫോണ്ട്, ആ ഒരു എഴുതിയിരിക്കുന്നത് മാത്രമേ അവിടെ വരുത്തുള്ളൂ. മനസ്സിലായോ? അതിനുവേണ്ടി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എക്സ്പേർട്ട് കൊടുക്കുക. അപ്പോഴും നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പിക്ചർ നമ്മളുടെ ഗാലറിയിൽ, ഫുഡ് ഗാലറിയിൽ ഫോൾഡറിനകത്ത് സേവ് ആയിട്ടുണ്ട്. എൻ്റെ ഗാലറി ഞാൻ എടുക്കുവാണ്. കണ്ടോ, ഇൻഫിനിറ്റ് പെയിൻറ്ററിനകത്ത് വന്ന് കിടക്കാം. കണ്ടോ, രാവിലെ ആയപ്പോൾ നടന്നത്. ഇത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അത് ഓഫ് ആക്കി ഇട്ടത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ബാക്കിൽ ഇങ്ങനെ ബ്ലാക്ക് വന്നത്. നമ്മളത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കിയില്ല എങ്കിൽ എന്ത് വരും, വെള്ള തന്നെ വന്ന് കിടക്കും. ഇനി നമുക്ക് എന്തുവാണ് വേണ്ടത്, ഇനി നമുക്ക് ഈ ഫോണ്ടിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു പിക്ചറിനകത്തോ, ഇപ്പം പിക്ചറിനകത്ത് വെക്കുന്നതെന്ന് പറയുമ്പം ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷൂട്ടാണ്. ഇൻഷൂട്ടിനകത്ത് ഒരു പിക്ചർ എടുക്കുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു പിക്ചർ എടുത്ത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് PIP എന്നും പറഞ്ഞൊരു ഇതുണ്ട്, ഒരു ഫോൾഡർ. അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം ഒരു പിക്ചറിനകത്താണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഫോട്ടോയിലും വെക്കുന്നതും വീഡിയോയിലും വെക്കുന്നതും ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇൻഷൂട്ട് ആപ്പ് എടുത്തിട്ട് ഇൻഷൂട്ടിനകത്ത്
എനിക്കൊരു ഫോട്ടോസിനകത്താണ് ഇത് കൊണ്ടുവെക്കേണ്ടതെങ്കിൽ ഞാനൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാൻ പോണേ. ഈ ഒരു പിക്ചറിനകത്താണ് ഞാനിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് ആ ഫോണ്ട് കൊണ്ടുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ്ട് PIP എന്നും പറഞ്ഞുണ്ടോ, കണ്ടോ? ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഗാലറി ഓപ്പൺ ആയിട്ട് കണ്ടോ, നമ്മൾ എഴുതിയ സംഭവം വന്ന് കണ്ടോ, രാവിലെ ആയപ്പോൾ നടന്നത്. ഓക്കെ, അത് നമുക്ക് ചരിച്ചു കൊടുക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചരിച്ചു കൊടുക്കണമെങ്കിൽ ചരിച്ചു കൊടുക്കാം, അത് നമ്മളുടെ ഇഷ്ടം. അത് എവിടെ ഇപ്പം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വെക്കുന്നില്ലെങ്കിൽ മുകളിലോ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളൊരു ഫോട്ടോസോ വീഡിയോസോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ട് കണ്ടോ. അപ്പം അതിനകത്ത് നമ്മൾ ഈ സെലക്ഷനകത്ത് നമ്മൾ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നമ്മൾ ഈ PIP എടുത്താലേ അത് സെലക്ട് ആവത്തുള്ളൂ. കണ്ടോ, അപ്പം ഇതിപ്പോൾ സെലക്ട് അല്ല, നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ PIP എന്നുള്ളത് തന്നെ എടുക്കുക. ഇതിപ്പോൾ സെലക്ട് ആയി, വീഡിയോയ്ക്കകത്താണ് കേട്ടോ അങ്ങനെ വേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് താണ്ടെ കളർ വേണമെങ്കിൽ കണ്ടോ, ഈ സ്ക്വയർ പോലത്തെ ഉള്ളൊരു കണ്ടോ, സ്ക്വയർ ഒരു പോലെ ഒരു ഇത്, അതിനകത്ത് കളർ ചേഞ്ച് കൊടുക്കാം. കണ്ടോ, അപ്പം നോക്കിയേ, സ്ക്വയർ വേണ്ടെങ്കിൽ എന്തോ വേണം, ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക, ഇത് കൊടുത്താൽ മതി. അപ്പം നമുക്കത് സ്ക്വയർ വേണ്ട. പിന്നെ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ഞാനൊരു സ്ക്വയർ ഇട്ട് ഞാൻ ചെയ്യാം കേട്ടോ. നോക്കിയേ, സ്ക്വയർ വേണമെങ്കിലും വേണ്ടെങ്കിലും ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. വേണമെങ്കിൽ ആ എഡിറ്റ് എടുത്തിട്ട് എഡിറ്റിനകത്ത് അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് കളർ കൊടുക്കാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇനി അറിയാമല്ലോ, ഇത്രയും ചെയ്തിട്ട് നമ്മൾ എക്സ്പേർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ എക്സ്പേർട്ടിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി നമ്മളെ ഗാലറിയിൽ ഇത് സേവ് ആവും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വീഡിയോയ്ക്കകത്ത് എങ്ങനെ ചെയ്യാന്നുള്ളത്. വീഡിയോയിലും ഈ സെയിം രീതി തന്നെ ഞാൻ ഇൻഷൂട്ട് എടുക്കുക, വീഡിയോ എടുത്ത് എന്തെങ്കിലും ഒരു വീഡിയോ എന്ന് പറയുമ്പം ജസ്റ്റ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ടാണ്. അപ്പം ഇതിനകത്ത് അറിയാമല്ലോ, ഇതിനകത്ത് എങ്ങനെ ആയിരിക്കും, മറ്റേ ആ സെയിം രീതി തന്നെ കണ്ടോ. PIP എടുക്കുക, എവിടെയായിരുന്നു നമ്മളുടെ ഫോട്ടോസ് എടുക്കുക, ഗാലറിയിൽ കണ്ടോ വന്നോ. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ ഫോണ്ട് ഇച്ചിരി വേണമെങ്കിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലിയ രീതിയിൽ വരും. കണ്ടോ, എന്നിട്ട് എന്തുവാണ് ദാണ്ടെ ഇവിടെ കൊണ്ടുവന്ന് അറിയാമല്ലോ എല്ലാവർക്കും. വീഡിയോ എൻഡഡ് ആകുമ്പം എൻഡ് വരെ ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഫോണ്ട് കാണും. പിന്നെ ഇതിനകത്ത് നമുക്ക് ചില വീഡിയോയിലൊക്കെ ഇങ്ങനെ ഫോണ്ടിനകത്ത് എന്തെങ്കിലും ഇമോജീസും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഷൂട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ വീഡിയോ എഡിറ്റിംഗ് ആപ്പിനകത്തും ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇമോജീസ് ഇടാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാനിതിനകത്ത് സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞാൽ രാവിലെ ആയപ്പോഴെന്ന് പറയുമ്പോഴും നമുക്കൊരു സണ്ണിനെ കൊടുക്കാം. അപ്പം ഞാനൊരു സണ്ണ് ഉണ്ടോ, ഞാനൊരു സണ്ണിനെ കൊടുത്തു. പിന്നെന്തുവാണ്, ഇപ്പം അതൊരു ഓക്കെ ആക്കി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ടീ കൊടുക്കാം, കപ്പും ടീയും, കപ്പ് ആൻഡ് ടീ. എന്നിട്ട് എന്താണെന്നറിയാമോ, എന്നിട്ട് നമ്മൾ ഇത് ചെറുതാക്കിയിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ കൊണ്ടുവെക്കണം. അതും വീഡിയോ എൻഡ് കൊടുക്കുക കേട്ടോ. ഇനിയൊന്ന് നോക്കിയേ, കണ്ടോ
അപ്പോൾ അവിടെ ഒരു ആനിമേഷനും കൂടെ ഒക്കെ വരുമ്പോൾ അതൊരു ഭംഗിയുണ്ട് കണ്ടോ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മലയാളം ഫോണ്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു വീഡിയോയ്ക്കകത്തായാലും ഫോട്ടോയ്ക്കകത്തായാലും നമ്മൾ കൊടുക്കുന്നത് ഈ രീതിയിലാണ്. ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പയ്യെ സ്കിപ്പ് ചെയ്യാതെ പയ്യെ നിങ്ങൾ കണ്ട് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട്, ഞാനെന്ന് പറയുന്നത് എനിക്കിത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്നൊരു ബോധമില്ല. പക്ഷേ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴും ഇങ്ങനെ മലയാളമായിട്ട് വലുതായിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാനും വിചാരിച്ചത് എന്തായാലും പഠിച്ചല്ലേ പറ്റത്തുള്ളൂ, കാരണം ഓരോരുത്തരൊക്കെ ചെയ്തിരുന്ന കാണുമ്പോൾ നമുക്കും എന്താ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ഇതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ആപ്പിന്റെ പേരെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണെന്ന് ആരും അങ്ങനെ ഒരു വീഡിയോ ഞാൻ വലുതായിട്ട് കണ്ടില്ല. ചെയ്യാൻ പറ്റുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാനിത് ഉറപ്പായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഇതിനൊക്കെയുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ 1000 നന്ദി.